Hello my amigos, welcome back to another fresh video. ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് യൂണിറ്റായ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റും മറ്റുള്ള മൊഡ്യൂൾസും എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഫസ്റ്റ് സെമ്മിലെ മറ്റ് സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റും കൂടി ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കാണണം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ റെഗുലർ അപ്ഡേറ്റ്സ്. ഇനി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു യൂണിറ്റ് പഠിച്ചാലോ. ആദ്യം തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടൻസ് ഒന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്, സെക്കൻഡ് ടോപ്പിക് ആണ് റൂൾസ് ആപ്ലിക്കബിൾ ടു ഗവൺമെൻറ് കമ്പനീസ്, തേർഡ് വൺ ആണ് ഫോറിൻ കമ്പനീസ്, ഫോർത്ത് ടോപ്പിക് ആണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്, ഫിഫ്ത്ത് ടോപ്പിക് ആണ് ഇല്ലീഗൽ അസോസിയേഷൻ, സിക്സ്ത് ടോപ്പിക് ആണ് പ്രൊഡ്യൂസർ കമ്പനി എന്താന്ന്, സെവൻത്ത് ടോപ്പിക് ആണ് ഫോർമേഷൻ ഓഫ് എ പ്രൊഡ്യൂസർ കമ്പനി, ലാസ്റ്റ് ടോപ്പിക് ആണ് റൂൾസ് ആപ്ലിക്കബിൾ ടു എ പ്രൊഡ്യൂസർ കമ്പനി. അപ്പോൾ നമുക്കിനി പഠിക്കാം. ആദ്യം തന്നെ ഒരു കമ്പനിയെ എത്ര ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം? 5 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻകോർപ്പറേഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം, സെക്കൻഡ് വൺ ആണ് ലയബിലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം, തേർഡ് വൺ ആണ് നമ്പർ ഓഫ് മെമ്പേഴ്സിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം, ഫോർത്ത് വൺ ആണ് കൺട്രോളിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാം, ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഒരു കമ്പനിയുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ്റെ ബേസിൽ നമുക്ക് 3 കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്, സെക്കൻഡ് വൺ ആണ് രജിസ്റ്റേർഡ് കമ്പനീസ്, തേർഡ് വൺ ആണ് ചാർട്ടേഡ് കമ്പനീസ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്നാൽ എന്താണ്? ഇപ്പോൾ ഒരു കമ്പനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ ആക്ടിലൂടെയാണ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ആക്കുന്നതെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ RBI, LIC എക്സെട്ര. ഇനി രജിസ്റ്റേർഡ് കമ്പനി എന്നാൽ എന്താണ്? കമ്പനീസ് ആക്ട് 2013 താഴെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്നത്. ഒരു രജിസ്റ്റേർഡ് കമ്പനീസ് ഒന്നില്ലെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം, അല്ലെങ്കിൽ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആവാം, അതും അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് കമ്പനിയും ആവാം. ഇനി തേർഡ് ടൈപ്പാണ് ചാർട്ടേർഡ് കമ്പനീസ്. ഇപ്പോൾ പണ്ട് കാലത്തെ രാജാക്കന്മാരൊക്കെ ആയിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ അതിനെയാണ് ചാർട്ടേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എക്സെട്ര. ഇപ്പോൾ ഇൻകോർപ്പറേഷൻ്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്യാൻ പഠിച്ചില്ലേ. ഇനി സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിനെ ബേസ് ചെയ്ത് 2 കമ്പനിയെ ഡിവൈഡ് ചെയ്യാം. ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനി ആവാം, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനിയും ആവാം. ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനിയെ നമുക്ക് ഒന്നും കൂടി 2 ഡിവൈഡ് ചെയ്യാം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസും കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീസ് എന്നും. ഒരു കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്നാൽ ഇവിടെ ഒരു കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്നത് വാങ്ങിയ ഷെയർസിൻ്റെ എത്ര എമൗണ്ട് ആണോ ബാക്കി കൊടുക്കാനുള്ളത് അത് മാത്രമായിരിക്കും ഈ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി. ഒരു കമ്പനി എക്സിസ്റ്റ് ആയിരിക്കുമ്പോഴും കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോഴും ഈ എമൗണ്ടിന് വേണ്ടിയിട്ട് എൻഫോഴ്സ് ചെയ്യാവുന്നതാണ്. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് നോക്കാം. ഇപ്പോൾ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പം കമ്പനിയുടെ അസറ്റ്സിൽ നിന്നും ലയബിലിറ്റീസ് കൊടുത്തതിന് ശേഷവും ഇനിയും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ലയബിലിറ്റീസിലേക്ക് ഈ മെമ്പേഴ്സാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്നത് കമ്പനിയുടെ ബാക്കി വരുന്ന ലയബിലിറ്റി അടച്ചു തീർക്കുക എന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പായ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള കമ്പനി എന്താണെന്ന് നോക്കാം. ഇത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിക്ക് ഒരു ലിമിറ്റ് ഇല്ല. ചിലപ്പോൾ കമ്പനിക്ക് ഉണ്ടാവുന്ന മുഴുവൻ ലയബിലിറ്റിയും ഈ മെമ്പേഴ്സിന് അടച്ചു തീർക്കേണ്ടതായിട്ട് വരും. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് എത്ര ഷെയർസ് ആണോ ഹോൾഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി ക്ലിയർ ആയില്ലേ. ഇനി നെക്സ്റ്റ് വൺ ആണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഇത്ര നമ്പർ ഓഫ് മെമ്പേഴ്സിനനുസരിച്ച് ഒരു കമ്പനിയെ നമുക്ക് പ്രൈവറ്റ് കമ്പനിയാക്കാം, പബ്ലിക് കമ്പനിയാക്കാം, അതുപോലെ തന്നെ 1% കമ്പനിയും ആക്കാം. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈവറ്റ് കമ്പനി. ഇവിടെ ഒരു കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്നത് 1 lakh ആയിരിക്കണം. അതുപോലെ തന്നെ ഈ കമ്പനീസിൻ്റെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്നത് 1-ൽ കൂടുതലായിരിക്കണം. അതുപോലെ തന്നെ 200-ൽ താഴെയും ആയിരിക്കണം. ഇനി സെക്കൻഡ് ടൈപ്പാണ് പബ്ലിക് കമ്പനി. ഇവിടെ ഒരു പബ്ലിക് കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്നത് 5 lakhs ആണ്. പിന്നെ വരുന്ന കണ്ടീഷനാണ് ഒരു പ്രൈവറ്റ് കമ്പനി ഒരിക്കലും ഒരു പബ്ലിക് കമ്പനി അല്ലെന്ന്. ഇനി തേർഡ് ടൈപ്പാണ്
വൺ പേഴ്സൺ കമ്പനി. ഇവിടെ ഒരു കമ്പനിയിൽ ഉണ്ടാവുന്നത് ഒരേ ഒരു മെമ്പർ മാത്രമായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ ആണ് കൺട്രോളിൻ്റെ ബേസിസിൽ എങ്ങനെ ഒരു കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാമെന്ന്. നമുക്ക് രണ്ട് ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാം, ഹോൾഡിംഗ് കമ്പനീസും സബ്സിഡിയറി കമ്പനീസും. അപ്പോൾ ഹോൾഡിംഗ് കമ്പനീസ് എന്നാൽ എന്താണ്? ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എ എന്ന കമ്പനിയുണ്ട്, ബി എന്നൊരു കമ്പനിയുണ്ട്. അപ്പോൾ എ എന്ന കമ്പനിക്ക് ബി എന്ന കമ്പനിയുടെ കൺട്രോൾ മുഴുവനും ഉണ്ടെങ്കിൽ അതിനെയാണ് ഹോൾഡിംഗ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇവിടെ ബി എന്ന കമ്പനിയാണ് സബ്സിഡിയറി കമ്പനി, അതായത് മറ്റൊരു കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കമ്പനിയാണ് സബ്സിഡിയറി കമ്പനീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതൊക്കെ കേസിലാണ് ഒരു കമ്പനി സബ്സിഡിയറി കമ്പനി ആവുന്നതെന്ന് നോക്കാം. അല്ല, ഫസ്റ്റ് കേസാണ് കമ്പനി കൺട്രോളിങ് കോമ്പസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ എ കമ്പനിയുടെയും ബി കമ്പനിയുടെ ഒക്കെ കാര്യം പറഞ്ഞിരുന്നില്ലേ, സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ എ കമ്പനി ബി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ബി കമ്പനിയാണ് എ കമ്പനിയുടെ സബ്സിഡിയറി ആവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ കമ്പനിക്ക് ബി കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ മാറ്റാനും പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുമുള്ള പവർ ഉണ്ടാവും. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി സെക്കൻഡ് കേസാണ് ഷെയർസിൻ്റെ ഭൂരിഭാഗവും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ എ കമ്പനി ബി കമ്പനിയുടെ പകുതിയേക്കാളും കൂടുതൽ ഷെയർസ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ബി കമ്പനി എ കമ്പനിയുടെ സബ്സിഡിയറി ആവും. ഇനി തേർഡ് കേസാണ് സബ്സിഡിയറി ഓഫ് അനദർ സബ്സിഡിയറി. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ബി കമ്പനി എ കമ്പനിയുടെ സബ്സിഡിയറി ആണെന്ന് നമുക്കറിയാം. പക്ഷേ സി എന്ന കമ്പനി ബി കമ്പനിയുടെ സബ്സിഡിയറി ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സി കമ്പനി എ കമ്പനിയുടെ സബ്സിഡിയറി ആവും. ഇനി ഫോർത്ത് കേസാണ് അസോസിയേറ്റ് കമ്പനി. ഇപ്പോൾ എ എന്ന കമ്പനി ബി കമ്പനിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പക്ഷേ ബി കമ്പനി എ കമ്പനിയുടെ സബ്സിഡിയറിയും അല്ലെങ്കിൽ നമുക്ക് ബി കമ്പനിയെ അസോസിയേറ്റ് കമ്പനി എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെ കേസിലാണ് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ സബ്സിഡിയറി ആവുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി കമ്പനിയുടെ സൈസിനനുസരിച്ച് എങ്ങനെ നമുക്കൊരു കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഒരു സ്മോൾ കമ്പനി എന്നാൽ എന്താണ്? ഇപ്പോൾ ഒരു കമ്പനി പബ്ലിക് കമ്പനി അല്ലെങ്കിൽ നമുക്കൊരു കമ്പനിയെ സ്മോൾ കമ്പനി എന്ന് ഡിഫൈൻ ചെയ്യാം. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ്, ഒന്നില്ലെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 lakhs കൂടാൻ പാടില്ല, അല്ലെങ്കിൽ എമൗണ്ട് ആയിട്ട് 5 crores മുകളിലും കൂടാൻ പാടില്ല. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് കണ്ടീഷനാണ്, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവറിനേക്കാളും പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ 2 crores കൂടാൻ പാടില്ല, അല്ലെങ്കിൽ എമൗണ്ട് ആയിട്ട് 20 crores കൂടാൻ പാടില്ല. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയെ സ്മോൾ കമ്പനി എന്ന് പറയാം. ഇനി ഒരു ഓണർഷിപ്പിൻ്റെ ബേസിസിൽ എങ്ങനെ ഒരു കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഓണർഷിപ്പിൻ്റെ ബേസിസിൽ രണ്ടായിട്ട് കമ്പനിയെ ഡിവൈഡ് ചെയ്യാം, ഗവൺമെൻറ് കമ്പനി എന്നും നോൺ ഗവൺമെൻറ് കമ്പനി എന്നും. അപ്പോൾ ഗവൺമെൻറ് കമ്പനീസ് എന്നാൽ എന്താണ്? ഇപ്പോൾ ഒരു കമ്പനിയുടെ മിനിമം 51% അല്ലെങ്കിൽ അതിന് മുകളിലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ, അതും അല്ലെങ്കിൽ പാർട്ട്ലി ഒരു സെൻട്രൽ ഗവൺമെൻറ്റും പാർട്ട്ലി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ ഗവൺമെൻറ് കമ്പനി എന്ന് പറയാം. ബാക്കിയുള്ള കമ്പനീസാണ് നോൺ ഗവൺമെൻറ് കമ്പനീസ്. ഇനി ഒരു ഗവൺമെൻറ് കമ്പനീസിന് ആപ്ലിക്കബിൾ ആവുന്ന റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അല്ല, ഫസ്റ്റ് റൂളാണ് ആനുവൽ റിപ്പോർട്ട്സ്. ഒരു ഗവൺമെൻറ് കമ്പനിയുടെ ഒരു മെമ്പറാണ് സെൻട്രൽ ഗവൺമെൻറ് എങ്കിൽ കമ്പനിയുടെ വർക്കിംഗ് അഫയേഴ്സിനെ കുറിച്ചൊരു ആനുവൽ റിപ്പോർട്ട് കമ്പനി പ്രിപ്പയർ ചെയ്തിരിക്കണം. എന്നിട്ട് ഇത് പാർലമെൻറ്റിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിനെ കൂടെ തന്നെ സബ്മിറ്റും ചെയ്യണം. ഇത് ആനുവൽ ജനറൽ മീറ്റിങ്ങിന് ശേഷമുള്ള 3 മാസത്തിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി സെക്കൻഡ് റൂളാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ. ഒരു ഗവൺമെൻറ് കമ്പനിയിൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതോ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നതോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ചെയ്യുന്നത്, അതായത് CAG. ഈ കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്യാമെന്ന് ഡയറക്റ്റ് ചെയ്യാനുള്ള പവർ CAGക്ക് ഉണ്ട്. ഇനി തേർഡ് റൂളാണ് ഓഡിറ്റ് റിപ്പോർട്ട്. ഈ ഓഡിറ്ററാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി CAGക്ക് കൊടുക്കുന്നത്. എന്നിട്ട് CAG ആണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റ് ഫിറ്റിലേക്ക് ആക്കുന്നത്. ഇനി ഫോർത്ത് റൂളാണ് പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 139 ടു അപ്ലൈ ടു സർട്ടൻ കമ്പനീസ്. സെക്ഷൻ 139 പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ കമ്പനീസിൽ ഒരു മിനിമം 51% അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ ഒരു ഗവൺമെൻറ് കമ്പനീസോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ സെക്ഷൻ 139 ആപ്ലിക്കബിൾ ആണ്. ഇത്രയും പോർഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക്, അതായത് ഒരു ഫോറിൻ കമ്പനി എന്താണെന്ന് നോക്കാം.
ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് ഇന്ത്യക്ക് പുറത്താണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ ഫോറിൻ കമ്പനി എന്ന് പറയാം. അതുമാത്രമല്ല ഈ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് വേണമെങ്കിൽ ഇന്ത്യയിലും തുടങ്ങാം. ഡയറക്റ്റ്ലിയോ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിലൂടെയോ ഇത് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നോട്ട് എഴുതാനായിട്ട് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അതിൻ്റെ ആൻസറാണ് സെക്ഷൻ 4 സബ്സെക്ഷൻ 1A പറയുന്നത് ഒരു പബ്ലിക് കമ്പനിയുടെ പേരിൽ അവസാനം ലിമിറ്റഡ് എന്ന വാക്കുണ്ടായിരിക്കണം. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിലോ ലാസ്റ്റ് വരേണ്ടത് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. പക്ഷേ സെക്ഷൻ 8 പറയുന്നത് ഏതെങ്കിലും ഒരു ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു കമ്പനിക്ക് ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എന്നോ വേർഡ് ഇല്ലെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് ലൈസൻസ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അല്ല ഫസ്റ്റ് കണ്ടീഷനാണ് ഒരു അസോസിയേഷൻ ഫോം ചെയ്യേണ്ടത് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ്. അതുമാത്രമല്ല കൊമേഴ്സ്, ആർട്സ്, സയൻസ്, റിലീജിയൻ, ചാരിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതും ആവണം. സെക്കൻഡ് കണ്ടീഷനാണ് കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സിന് ഏതെങ്കിലും ഒബ്ജക്ട്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. ഇനി തേർഡ് കണ്ടീഷനാണ് ആ കമ്പനിയിലെ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കണം. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ഒരു അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി റീവൊക്കേഷൻ ഓഫ് ലൈസൻസ് എന്താണെന്ന് നോക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് തിരിച്ചു മേടിക്കാവുന്നതാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിന്. അങ്ങനെ റീവോക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനിക്ക് റീവോക്കേഷൻ നോട്ടീസ് കൊടുത്തിരിക്കണം. അതിൽ ലൈസൻസ് റീവോക്ക് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ റീവോക്കേഷൻ തടയാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കണം. ലൈസൻസ് റീവോക്ക് ചെയ്യുന്ന ടൈമിൽ രജിസ്ട്രാർ കമ്പനിയുടെ പേരിൻ്റെ കൂടെ ലിമിറ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എഴുതിയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റിലും റീവോക്കേഷൻ ഓഫ് ലൈസൻസിലും പറയാനുള്ളത്. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഏതെങ്കിലും രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്, അതായത് ഇല്ലീഗൽ അസോസിയേഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷൻ 464 പറയുന്നത് ഇപ്പോൾ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് മെമ്പേഴ്സിനേക്കാളും കൂടുതൽ ആളുകൾ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതും പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണെങ്കിൽ, അത് ലീഗലി ആണ് കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇല്ലീഗൽ അസോസിയേഷൻ ആവും. ഇനി ഒരു ഇല്ലീഗൽ അസോസിയേഷനിലുള്ള മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇല്ലീഗൽ അസോസിയേഷനിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്നത് ആ ബിസിനസ്സിൽ ഉണ്ടാവുന്ന എല്ലാ ലയബിലിറ്റീസും ഇവർ പേഴ്സണലി ഇൻകർ ചെയ്യണം. അതുമാത്രമല്ല ഇവരെ പണിഷ് ചെയ്യുകയും ചെയ്യും. ഇവരുടെ പണിഷ്മെൻ്റ് എന്നത് ഫൈൻ അടയ്ക്കാനാണ്. അത് 1 lakh rupees വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യണം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആക്ട് ഗവൺ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ അസോസിയേഷൻ നടത്തുന്നതെങ്കിൽ ഈ പ്രൊഹിബിഷൻ്റെ സെക്ഷൻ 464 ബാധകമല്ല. അപ്പോൾ ഇതാണ് ഒരു ഇല്ലീഗൽ അസോസിയേഷനെ കുറിച്ചും ഒരു പേഴ്സണൽ ലയബിലിറ്റിനെയും കുറിച്ചും പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊഡ്യൂസർ കമ്പനി എന്താണെന്ന്. ഒരു പ്രൊഡ്യൂസർ കമ്പനി ഫോം ചെയ്യുമ്പോൾ ആ കമ്പനിയിലെ ഓണേഴ്സായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ്. പിന്നെ ഈ പ്രൊഡ്യൂസർ കമ്പനിയിലെ മെമ്പേഴ്സ് പ്രൈമറി പ്രൊഡ്യൂസായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവരോ ആയിരിക്കണം. ഈ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി പ്രൊഡ്യൂസ് എന്നാൽ ഈ അഗ്രികൾച്ചറിൽ നിന്നും ഫാമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് പ്രൈമറി പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആനിമൽ ഹസ്ബൻഡറി, ഹോർട്ടികൾച്ചർ, ഫ്ലോറികൾച്ചർ എക്സെട്ര. ഇതാണ് പ്രൊഡ്യൂസർ കമ്പനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ കമ്പനി ഫോം ചെയ്യുന്നത്? ഒരു പ്രൊഡ്യൂസർ കമ്പനി ഫോം ചെയ്യാനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് 10 അല്ലെങ്കിൽ 10ൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് ഈ പ്രൈമറി പ്രൊഡ്യൂസായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരായിരിക്കണം. സെക്കൻഡ് ഓപ്ഷനാണ് ഈ പ്രൊഡ്യൂസർ കമ്പനീസിന് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മറ്റു പ്രൊഡ്യൂസർ കമ്പനീസ് മെമ്പേഴ്സ് ആയിട്ടുണ്ടാവണം. തേർഡ് ഓപ്ഷനിൽ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷനിലോ ഒരു പ്രൊഡ്യൂസർ കമ്പനിക്ക് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടും ഫോം ചെയ്യാവുന്നതാണ്. ഇനി ഒരു പ്രൊഡ്യൂസർ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവുന്ന റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് റൂളാണ്
മെമ്പർഷിപ്പ് ടു പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. അതായത് ഒരു പ്രൊഡ്യൂസർ കമ്പനിയിൽ ഓണർഷിപ്പിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പ്രൈമറി പ്രൊഡ്യൂസിൻ്റെ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവർ മാത്രമായിരിക്കണം. സെക്കൻഡ് റൂളാണ് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. ഈ കമ്പനിയുടെ പേര് എൻഡ് ചെയ്യേണ്ടത് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ആയിരിക്കണം. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്നത് ഷെയർസിൻ്റെ അൺപെയ്ഡ് വാല്യൂ മാത്രമാണ്. ഇനി തേർഡ് റൂളാണ് പ്രൈവറ്റ് കമ്പനി. രജിസ്ട്രേഷൻ്റെ ടൈമിൽ ഒരു പ്രൊഡ്യൂസർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറും കമ്പനി ലോയിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഇനി ഫോർത്ത് റൂളാണ് ഷെയർ ക്യാപിറ്റൽ. ഒരു പ്രൊഡ്യൂസർ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്നത് ഇക്വിറ്റി ഷെയർസ് മാത്രമാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഇക്വിറ്റി ഷെയർസ് പബ്ലിക്ലി ട്രേഡ് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാൻ മാത്രമാണ് പറ്റുന്നത്. ഇനി ഫിഫ്ത്ത് റൂളാണ് വോട്ടിംഗ് റൈറ്റ്സ്. ഓരോ മെമ്പേഴ്സിൻ്റെയും കോമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വോട്ടിംഗ് റൈറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് പോയിൻ്റാണ്, ഇപ്പോൾ മെമ്പർഷിപ്പ് ഇൻഡിവിജ്വൽസ് മാത്രമാണ് ഉള്ളതെങ്കിൽ അപ്പോൾ വോട്ടിംഗ് റൈറ്റ്സ് ബേസ് ചെയ്യുന്നത് ഓരോ മെമ്പേഴ്സിൻ്റെയും സിംഗിൾ വോട്ടിനെ ആയിരിക്കും. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇപ്പോൾ മെമ്പേഴ്സ് പ്രൊഡ്യൂസർ കമ്പനീസ് മാത്രമാണെങ്കിൽ അപ്പോൾ വോട്ടിംഗ് റൈറ്റ് എന്നത് അവരുടെ ഷെയർ ക്യാപിറ്റലിലെ പാർട്ടിസിപ്പേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തേർഡ് പോയിന്റിൽ പറയുന്നതോ ഇപ്പോൾ മെമ്പർഷിപ്പ് എന്നത് ഇൻഡിവിജ്വൽസിൻ്റെയും പ്രൊഡ്യൂസർ കമ്പനീസിൻ്റെയും കോമ്പിനേഷൻ ആണെങ്കിൽ അപ്പോൾ വോട്ടിംഗ് റൈറ്റ് എന്നത് ഓരോ മെമ്പേഴ്സിൻ്റെയും സിംഗിൾ വോട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇത്രയും പോർഷൻസാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ 2 യൂണിറ്റ്സും ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഇല്ലേ? ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ടാറ്റാ.